ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ട്രെയിൻ ജേണി ആയിരുന്നു കാണിച്ചത്. അങ്ങനെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളിനി ബുക്ക് ചെയ്ത ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ വോക്സാൽ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ട്രാമിന് വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങൾ എൻ്റെ വെനിസ്വേല വ്ളോഗ്സിന് കണ്ടിട്ടുണ്ടാവും, ബ്ലൂ ട്രാമാണ് അവിടെ ഉള്ളതെല്ലാം. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നത് യെല്ലോ ട്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രാം വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ട്രാമിനകത്ത്. അങ്ങനെ കയറി നിൽക്കാനുള്ള സ്പേസേ ഉണ്ടായുള്ളൂ നമുക്ക്. അപ്പം ഫൈനലി കയറി കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. ഇവിടുത്തെ സ്ട്രീറ്റ്സ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഹോസ്റ്റലിലെ ലൊക്കേഷനിൽ അവിടെ ഇറങ്ങി ഹോസ്റ്റലുള്ള സ്ഥലത്തേക്ക് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു ബ്ലൂ ട്രാം കണ്ടു ഇവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ എടുത്തു. സാധാരണ ഇവിടെ യെല്ലോ ട്രാം ഉണ്ടായിരുന്നു ഫുൾ. പിന്നെ അങ്ങനെ കുറേ നോക്കിയിട്ടും കാണാത്തപ്പം അവിടുത്തെ ഹോസ്റ്റലിലെ ആൾക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ വന്നു, നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇപ്പോൾ യുക്രൈനിലെ ഏത് അപ്പാർട്ട്മെൻറ്റിൽ എവിടെ പോയാലും നമ്മൾ അകത്തുനിന്ന് കയറി കാണുമ്പോഴത്തേക്കും വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. അത് കാരണം ഫുൾ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ സ്റ്റൈലാണ് ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം. പുറത്തുനിന്ന് കാണുവാണെങ്കിലും പകത്ത് കയറിയിട്ട് നോക്കുവാണെങ്കിലും ഇതെന്താ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ, എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെ കാണുന്ന പോലെയല്ല നമ്മൾ നോക്കുന്ന റൂമും അപ്പാർട്ട്മെൻറ്റ്സും ഒന്നും ഇവിടുത്തെ. നല്ല രസമാണ് എല്ലാം കാണാനായിട്ട്. നിങ്ങൾക്ക് റൂം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ഇനി മുകളിലേക്ക്, ഞങ്ങളുടെ ഫ്ലോർ 3rd ഫ്ലോറിലായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി സ്റ്റെപ്സ് ഒരുമാതിരി മരത്തിൻ്റെ സ്റ്റെപ്സാണ്. അതിൻ്റെ സ്റ്റൈലൊരു വ്യത്യാസമായിരുന്നു. അപ്പം സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വീഴാൻ പാകത്തിനുള്ള ടൈപ്പായിരുന്നു. അങ്ങനെ കുറേ കയറിയപ്പോഴത്തേക്കും ക്ഷീണിച്ചു ഞങ്ങളെല്ലാവരും. ഇത് കണ്ടില്ല, അങ്ങനെ വളഞ്ഞ് കുറേ കയറാനുണ്ട്. അപ്പം നമ്മുടെ ബാഗും സാധനങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ കയറി നമ്മൾ പറഞ്ഞിരുന്ന ഹോസ്റ്റലിലെത്തി. സ്റ്റെപ്പെല്ലാം കയറി ക്ഷീണിച്ചായിരുന്നു. അതാണ് കണ്ണാടി കണ്ടപ്പോഴത്തേക്ക് ഒരു പീസ് ഔട്ട്സ് ഞാൻ കാണിച്ചത്. പിന്നെ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഹോസ്റ്റൽ തന്നെയായിരുന്നു കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ എല്ലാം നോക്കിയിട്ട് ഞങ്ങളവിടെ പോയി. അവിടെ റിസപ്ഷൻ്റെ അവിടെ ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി. ഇതാണ് ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള വ്യൂ റൂമിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. എല്ലാം രജിസ്റ്ററൊക്കെ ചെയ്ത് കയറി. ഇവിടെ 6 ബെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം കർട്ടനൊക്കെ ഇട്ട് സെപ്പറേറ്റ് ബങ്കർ ബെഡ് പോലത്തെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. എല്ലാവരും ഫ്രഷപ്പായി റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ ഇനി പോകാൻ പോകുന്ന സ്ഥലത്ത് ടൈമിലെത്തിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ധൃതി പിടിച്ച് ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് റെഡി ആവുന്ന വീഡിയോസ് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എടുത്തേക്കണ ഹോസ്റ്റൽ സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പം എല്ലായിടത്തും നടന്നെത്താവുന്ന ദൂരത്തിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുഖമായിരുന്നു നമുക്ക് സെൻറ്ററിൽ തന്നെ എടുത്തതുകൊണ്ട്. ഇവിടുത്തെ റോഡും ബിൽഡിങ്സും ഒക്കെ കാണാൻ ഒരു പ്രത്യേക യൂറോപ്യൻ വൈബ് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ വെനിസ്വേല ഇങ്ങനെയല്ലല്ലോ കണ്ടേക്കുന്ന സ്ഥലങ്ങൾ. അപ്പം ഇതൊരു പ്രത്യേക രസമായിരുന്നു അവിടെ കാണാനും സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. നമ്മളപ്പം പെട്ടെന്നെല്ലാം റെഡി ആയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങിയേക്കുവാണ്. ഒപ്പേര തിയേറ്ററിലേക്ക് പോവാണ്. സോ നമുക്ക് പോവാം. ഭയങ്കര ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഇടയ്ക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിപ്പം ഒപ്പേര തിയേറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ എന്തിനാണ് പോകുന്നത്, എന്താ സ്പെഷ്യൽ എന്നുള്ളത് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലാണ് ഇനി വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. അപ്പോൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ വേഷം ഇട്ടിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ കാശ് വയ്ക്കും. ചുമ്മാ എടുത്തില്ല. അപ്പം ഈ ചേച്ചി കൈ കൊടുത്ത് പോയി. നമ്മളൊക്കെയാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. അവർ പിടിച്ചു നിർത്തി കാശൊക്കെ ചോദിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഏരിയയിലേക്ക് പോയില്ല. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടന്ന ഈ ലാസ്റ്റ് ഒപ്പേര തിയേറ്ററിൽ അവിടേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി റെഡിയായി. നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ അടുത്തൊരു മെഗ്ഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പോയി. അവിടെ ഇപ്പം ഫ്രൈസും ഡ്രിങ്ക്സും മാത്രമേ എടുത്തുള്ളൂ. തിയേറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന്
എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ പോയി സാധനം മേടിച്ചു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫൗണ്ടെയിനും ഇതൊക്കെ കണ്ടു. പിള്ളേർ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഈ വെള്ളത്തിൽ കുറേ നേരമായിട്ട്. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടൈമായി. അപ്പം എല്ലാവരും അതിനകത്തേക്ക് പോവുകയാണ് നമ്മൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒപ്പേരയുടെ അകത്ത് കയറി. ഇവിടെ ഒരു ഷോ ഉണ്ട്, ബാലെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഷോയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഷോ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾക്ക് പോകണം. നല്ല രസമുണ്ടായിരുന്നു ഈ ഒപ്പേര കാണാനായിട്ട്. ഒരു പ്രത്യേക വൈബ്. എല്ലാം അവിടുത്തെ ലൈറ്റ്സ് ആണെങ്കിലും സ്റ്റെയർ എല്ലാം. അവിടെ ആണെങ്കിൽ വൈനും കാര്യങ്ങളൊക്കെ ടേസ്റ്റിനും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനിയിപ്പം അവിടെ ആൾക്കാർ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഷോ കഴിഞ്ഞിട്ട് പതിയെ ഫോട്ടോ എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ എന്തായാലും ടൈം ആയല്ലോ ഷോയ്ക്ക്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അതിനുള്ള തിയേറ്ററിലേക്ക് പോവുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒപ്പേര തിയേറ്ററിലും ബാലെയൊക്കെ കാണാനൊക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സൈറ്റഡ് ആയിരുന്നു കാണാനും കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓഡിറ്റോറിയം കണ്ടുപിടിച്ച് അവിടെ കയറി ഇരുന്നു. അപ്പോൾ ഞങ്ങൾ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പം ഇത് കണ്ടില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൾക്കാർ ഇരിക്കുന്നതും അവിടുത്തെ ഓർക്കസ്ട്ര താഴെയുണ്ട്, എല്ലാം അങ്ങനെയുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. നല്ല ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ. Львівська національна опера відкриває свій 126-й ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതിനെപ്പറ്റിയുള്ളൊരു സ്പീച്ചും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഇവിടുത്തെ യുക്രൈൻ നാഷണൽ ആനന്ദം ആയിരിക്കും. അതാണ് എല്ലാവരും എണീറ്റ് നിന്ന് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കഥകൾ മനസ്സിലാവുന്ന വീഡിയോ പോയി കണ്ടാലും മനസ്സിലാവുള്ളൂ. ഇത് എനിക്ക് ഈ വീഡിയോ ഫുൾ ഇതിനകത്ത് ഇടാൻ പറ്റില്ല, കാരണം ലെങ്ത്ത് കൂടി പോകുമല്ലോ. അപ്പം വീഡിയോ ഫുൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക, അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. നല്ല അടിപൊളിയായിരുന്നു അവരുടെ ഡാൻസും കാര്യങ്ങളും, ഓരോ ഫോമൊക്കെ വരുന്നത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇങ്ങനെ കുറച്ച് ഗ്ലിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു കേട്ടോ. तो गाइस कैसा था एक्सपीरियंस? हमें बड़ा मज़ा आया. ഞങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കുമായിരുന്നു. മറ്റേ ഒപ്പേര തിയേറ്ററിൻ്റെ അകത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇപ്പം ലൈറ്റൊക്കെ വന്നു തുടങ്ങി ഇവിടെ ഫൗണ്ടെയിനിൽ. പറയൂടെ എന്നാ ആദ്യത്തെ ലിവ് എക്സ്പീരിയൻസ്? പൊളയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണല്ലോ ലിവ്. സ്മൃതി ഉണ്ടായിരുന്നു ബാലെ. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. കണ്ടോ ബാക്കിൽ ഫൗണ്ടെയിൻ ഉണ്ട്. അതിനിപ്പോൾ നമ്മൾ നടക്കാൻ പോവാണ്. ബാക്കി സ്ഥലങ്ങൾ കാണാം. വൈകുന്നേരം ഉച്ചയ്ക്ക് നമ്മൾ വന്ന് റെഡി ആയിട്ട് ഇറങ്ങിയപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഫുള്ളാക്കാൻ നോക്കാം. ഓക്കെ, എൻ്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഇവിടുത്തെ ലിവീവ് സ്ഥലങ്ങൾ കാണിച്ചു തരാനായിട്ട്. ഒരു പക്കായ ഒരു യൂറോപ്യൻ വൈബ് തന്നെയാണ്. മൊത്തം ഒരു യൂറോപ്യൻ വൈബാണ്. വിനിച്ചിയേക്കാളും ഭയങ്കര എൻറ്റയർലി ഡിഫറെൻറ്റാണ്. വിനിച്ചിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്ഥലങ്ങളും എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. ബിൽഡിങ്സും വർക്കൊക്കെ മൊത്തം
അപ്പോൾ എല്ലാം ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം എന്തായാലും. ഓക്കെ, അത് കഴിഞ്ഞ് ചുമ്മാ ഞങ്ങൾ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം സെൻട്രലാണല്ലോ, അപ്പം ഇവിടുത്തെ ബിൽഡിങ്സും സ്ട്രീറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു. നല്ല രസമാണ് കാണാമെന്ന് എല്ലാവരും പറയണ്ടായിരുന്നു ലിവീവ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഫുൾ നടക്കുമായിരുന്നു. അങ്ങനെ നടന്നു തന്നെ വഴിക്കാണ് മറ്റേ നമ്മൾ ഈ ഉത്സവം, ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇങ്ങനെ ബലൂൺസ് കാണത്തില്ലേ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമുണ്ടോ ഇത്. അപ്പം ഇതിങ്ങനെ കണ്ടായിരുന്നു, കുറേ ആൾക്കാരുടെ കയ്യിൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ വഴിയിലൊരു ചേട്ടൻ കൈ പൊക്കി ഹലോ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളതിനും ഹലോ ഒക്കെ പറഞ്ഞിട്ടാണ് നടന്നത്. ഈ ഇവിടെ കണ്ടോ ചേട്ടൻ കാണിച്ചിട്ട് പോയി ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റിൽ പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന എല്ലാവരും കമൻസ് ഒക്കെ ഇട്ട് അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ വരുള്ളൂ, ഇനി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നിങ്ങളായിട്ടൊരു കോൺവെർസേഷൻ വരുന്ന പോലെയും തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ അപ്പം ഇന്നത്തെ ദിവസം ഇതായിരുന്നു. നമ്മളിങ്ങനെ ഇപ്പം വീണ്ടും സിറ്റി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഭയങ്കര ബിസിയാണ്. നമ്മൾ വെനീസിയയിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 10 ആകുമ്പോഴത്തേക്കും ഭയങ്കര ശാന്തമാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ട പോലെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. കഫേ ആയിട്ടും ആൾക്കാരായിട്ടും ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡേ 1 ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ കുറച്ച് നമ്മളിവിടെ സെൻറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഡേ 1 ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്ക് ഡേ 2 ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കൊക്കെ പോയത്, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തെന്ന് കാണാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡേ 2 കാണാം. ബൈ ബൈ.